നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെല്ലാം പെട്ടിയിലായതോടെ അധികാരം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലായി കോൺഗ്രസ്. സീറ്റെണ്ണം 100 കടക്കുമെന്ന് നേതാക്കൾ ഒരേ സ്വരത്തിൽ ആവർത്തിച്ചപ്പോൾ ഒരു പടി കൂടി കടന്നാണ് പ്രവർത്തകരുടെ ആവേശം. ചേരിതിരിഞ്ഞ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ചൊല്ലി തർക്കിച്ചും വകുപ്പ് വിഭജനം നടത്തിയും പെട്ടി തുറക്കും മുൻപേ പലരും മനക്കോട്ടകൾ കെട്ടിത്തുടങ്ങി. ഇതിനിടെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് മുഖ്യമന്ത്രി ചർച്ചകളെ നേതൃതലത്തിലേക്ക് തിരിച്ചുവിട്ടത്. പ്രതിപക്ഷ നേതാവ് VD സതീശന് പരോക്ഷ പിന്തുണയുമായി മുഖ്യമന്ത്രി എറണാകുളത്ത് നിന്ന് തന്നെ വേണമെന്ന് ഷിയാസ് പറഞ്ഞുവെച്ചു. പിന്നാലെ ഷിയാസിനെ തള്ളി M ലിജുവും രംഗത്തെത്തിയതോടെ ചർച്ചകൾക്ക് തീപിടിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, പാർട്ടി ഹൈക്കമാൻഡാണ്. അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് മാത്രമേ നമുക്ക് അത് എനിക്ക് തോന്നുന്നു എറണാകുളം DC പ്രസിഡന്റിന്റെ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേരിതിരിഞ്ഞുള്ള വാക്പോര് തുടരുന്നതിനിടെയാണ് കണ്ണൂർ MPയും KPCC മുൻ അധ്യക്ഷനുമായ K സുധാകരന്റെ അപ്രതീക്ഷിത രംഗപ്രവേശം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് കോൺഗ്രസിനെ വിട്ടിലാക്കിയ സുധാകരൻ പക്ഷേ ഇത്തവണ കളം മാറ്റി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ അനുകൂലിച്ചും പുകഴ്ത്തിയും പുതിയ പ്രതികരണം. കേരള രാഷ്ട്രീയത്തെ ദിശാബോധത്തോടെ നയിക്കാൻ KCക്ക് കഴിയുമെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പിന്നാലെ റോജി M ജോൺ, രമ്യ ഹരിദാസ്, അലോഷ്യസ് സേവ്യർ, ബിനു ചുള്ളിയിൽ, അരിത ബാബു ഉൾപ്പെടെ യുവനേതാക്കളും KCയെ അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തി. വ്യക്തിപരമായി നമുക്ക് അഭിപ്രായം ഉണ്ടാവും, അത് നിങ്ങളോട് പറയേണ്ടതല്ല, സ്വകാര്യം പറയേണ്ട കാര്യമാണ്. പ്രതികരണങ്ങൾ അതിര് കടന്നതോടെ അപകടം മണത്ത കോൺഗ്രസ് നേതാക്കൾ ചർച്ചകൾക്ക് തടയിടാൻ രംഗത്തെത്തി. വിവാദങ്ങൾ അനാവശ്യമാണെന്ന് രമേശ് ചെന്നിത്തലയും അഭിപ്രായങ്ങൾ തക്ക സമയത്ത് തക്ക വേദിയിലാണ് പറയേണ്ടതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പറഞ്ഞു. സുധാകരനെ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത KC വേണുഗോപാൽ മുഖ്യമന്ത്രി ചർച്ചയിൽ താല്പര്യമില്ലെന്നാണ് പ്രതികരിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെ അല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിനൊരു സംവിധാനം ഉണ്ടല്ലോ. അഭിപ്രായങ്ങൾ ഉണ്ടാകാം, വ്യത്യസ്ത പേരുകളുണ്ടാകാം, അതൊക്കെ തക്ക സമയത്ത് തക്ക വേദിയിൽ പറയുക. അതിന് മുൻപായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഫലം വരുന്നവരെ കാത്തിരിക്കുക. അവിടുത്തെ നേതാക്കന്മാരുണ്ട്, എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. വിധി വരും മുൻപേ കോൺഗ്രസിൽ പോരോ.